മുന്നറിയിപ്പില്ലാതെ പടിയൂർ പഞ്ചായത്തിലെ ചീപ്പ് തുറന്നതിനെ തുടർന്ന് മലിനജലം ഒഴുകിയെത്തി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കൂട്ടാല പ്രദേശത്തെ മത്സ്യ കർഷകർക്ക് വൻ നഷ്ടം. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചായ്പങ്കുഴി UP സ്കൂളിലെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതെന്ന് നാട്ടുകാർ. ആഭ്യന്തര വിമാനയാത്രക്കാരെ ബാധിക്കുന്ന നിർണായക നീക്കവുമായി പ്രമുഖ വിമാന കമ്പനികൾ. എയർ ഇന്ത്യയും ഇൻഡിഗോയും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ആഭ്യന്തര സർവീസുകളിൽ വെട്ടിക്കുറവ് വരുത്താൻ ഒരുങ്ങുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുന്നറിയിപ്പില്ലാതെ പടിയൂർ പഞ്ചായത്തിലെ ചീപ്പ് തുറന്നതിനെ തുടർന്ന് മലിനജലം ഒഴുകിയെത്തി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കൂട്ടാല പ്രദേശത്തെ മത്സ്യ കർഷകർക്ക് വൻ നഷ്ടം. മലിനജലം കയറിയതിനെ തുടർന്ന് 6 മത്സ്യക്കൂടുകളിലെ മീനുകൾ ചത്തുപൊന്തിയതോടെ ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ അറിയിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കൂട്ടാല പ്രദേശത്ത് കരിമീൻ കൂട് കൃഷി നടത്തിയിരുന്ന മത്സ്യകർഷകരായ ഷെജിലൻ, വിനയൻ, സുരേഷ്, ജിബിൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചത്. പടിയൂർ പഞ്ചായത്തിലെ ചീപ്പ് മുന്നറിയിപ്പില്ലാതെ തുറന്നതിനെ തുടർന്നാണ് മലിനജലം ഒഴുകിയെത്തി മത്സ്യക്കൂടുകളിലേക്ക് കയറിയതെന്ന് കർഷകർ ആരോപിക്കുന്നു. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. സംഭവസ്ഥലം വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി, മുസമ്മിൽ എന്നിവർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നഷ്ടം സംഭവിച്ച മത്സ്യ കർഷകർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. അതിതീവ്ര മഴയോ മഴക്കാല ദുരന്തങ്ങളോ ഉണ്ടായാൽ അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ചാലക്കുടി നഗരസഭ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ. നഗരസഭ ചെയർപേഴ്സൺ ആലി ഷിബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വിവിധ മുന്നൊരുക്കങ്ങൾ തീരുമാനിച്ചത്. മഴക്കാല ദുരന്തങ്ങളെ നേരിടുന്നതിനായി എമർജൻസി റെസ്പോൺസ് ടീമിനെ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി വിപുലീകരിക്കാനും ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കാനും യോഗം തീരുമാനിച്ചു. ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും ഒരുക്കും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ദുരന്ത നിവാരണ ഏകോപന സമിതിക്കും രൂപം നൽകും. നഗരസഭാ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്കും ആവശ്യമെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനും ആരംഭിക്കും. മഴക്കാല പകർച്ചവ്യാധികൾ തടയുന്നതിനായി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്താനും തീരുമാനമായി. അപകടസാധ്യത കൂടിയ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യും. മഴയുടെ അളവും പുഴകളിലെ ജലനിരപ്പും കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്നതിന് ഔദ്യോഗിക സംവിധാനവും ഏർപ്പെടുത്തും. നഗരസഭയിലെ പൊതുതോടുകളുടെയും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന മേഖലകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. നഗരസഭാ കൗൺസിലർമാർ, റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, എമർജൻസി റെസ്ക്യൂ ടീം അംഗങ്ങൾ, നഗരസഭയിലെ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചായ്പങ്കുഴി UP സ്കൂളിലെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിലായെന്ന ആശങ്ക ശക്തമാകുന്നു. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പുതിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിനായി ചായ്പങ്കുഴി UP സ്കൂൾ വക സ്ഥലം ഏറ്റെടുത്തതിനെ തുടർന്ന് റോഡിന്റെ വീതി കൂട്ടുന്നതിനായി സ്കൂൾ മതിൽ പൊളിച്ചു നീക്കിയിരുന്നു. തുടർന്ന് കാന നിർമ്മാണം നടന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണതോടെ പ്രദേശം ഇപ്പോൾ കൂടുതൽ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. മഴ ശക്തമായാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും ആശങ്ക ഉയരുന്നുണ്ട്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. സ്കൂളിന് മുന്നിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് നാളുകളായെങ്കിലും ജോലികൾ വളരെ മന്ദഗതിയിലാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി. സ്കൂളിന്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന നടപ്പാത പൊളിച്ചു നീക്കിയതോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്കൂളിലേക്ക് നേരിട്ട് പ്രവേശിക്കാനും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. സ്കൂൾ നിരപ്പിൽ നിന്ന് ഏകദേശം 5 അടി താഴ്ചയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. സ്കൂൾ ബസ് പാർക്ക് ചെയ്തിരുന്ന ഷെഡിന് സമീപമാണ് മണ്ണിടിഞ്ഞു കിടക്കുന്നത്. ഇവിടെ വീണ്ടും മണ്ണിടിച്ചിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി.
ഇന്ധനവില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വിമാനയാത്രക്കാരെ ബാധിക്കുന്ന നിർണായക നീക്കവുമായി പ്രമുഖ വിമാന കമ്പനികൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ആഭ്യന്തര സർവീസുകളിൽ വെട്ടിക്കുറവ് വരുത്താൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം എയർ ഇന്ത്യ 15% വരെയും ഇൻഡിഗോ 7% വരെയും സർവീസുകൾ കുറയ്ക്കുമെന്നാണ് സൂചന. നേരത്തെ അന്താരാഷ്ട്ര സർവീസുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കമ്പനികൾ അറിയിച്ചിരുന്നു. വ്യോമയാന ഇന്ധനവില ചരിത്രത്തിലെ ഉയർന്ന നിരക്കിലേക്ക് എത്തിയ സാഹചര്യത്തിൽ നിലവിലുള്ള എല്ലാ സർവീസുകളും അതേ രീതിയിൽ തുടരുന്നത് പ്രായോഗികമല്ലെന്നാണ് കമ്പനികളുടെ വിശദീകരണം. അതേസമയം യാത്രക്കാരെ പൂർണ്ണമായും ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും റൂട്ടിലെ സർവീസുകൾ മുഴുവനായും നിർത്തലാക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദില്ലി, മുംബൈ, ബംഗളൂരു, ചെന്നൈ എന്നീ പ്രധാന നഗരങ്ങളിലേക്കുള്ള സർവീസുകളിലാകും കുറവ് വരാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. യാത്രക്കാരുടെ തിരക്കും പ്രവർത്തന ചെലവും പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഇന്ധനവില വർധനവിന്റെ പ്രത്യാഘാതം വ്യോമഗതാഗത മേഖലയിലും ശക്തമായി പ്രതിഫലിക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. മീഡിയ ടൈം, കൊച്ചി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ ED റെയ്ഡിനെതിരെ മാളയിൽ CPM പ്രതിഷേധം. മോദി VD ED രാഷ്ട്രീയ ഗൂഢാലോചന എന്നാരോപിച്ചുകൊണ്ടാണ് CPM മാള ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. RSS നയിക്കുന്ന EDയെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് അപ്രതീക്ഷിതമായ ED റെയ്ഡ്. ED എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ പോലീസിനേക്കാൾ, ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലെ പോലീസിനേക്കാൾ ഏറ്റവും മികച്ചവരാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് തോന്നിപ്പോകും. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച 100 കേസുകളിൽ ഒരു കേസ് പോലും, 1% കേസ് പോലും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ, കേന്ദ്രം ഭരിക്കുന്ന RSSന്റെ ആജ്ഞാനുവർത്തികളായി നിന്നുകൊണ്ട് RSS ഉണ്ടാക്കാൻ വേണ്ടിയാണ് EDയെ കേരളത്തിൽ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷനായി. TK സതീശൻ, CS രഘു, സിന്ധു ജയൻ, KV ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, PK ഉണ്ണികൃഷ്ണൻ, PR രതീഷ്, സാന്ദ്ര മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ED ഉപയോഗിച്ച് CPIMനെയും പിണറായി വിജയനെയും വേട്ടയാടാനുള്ള നീക്കത്തിനെതിരെ CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി, KR ജൈത്രൻ, KK അബീദലി, TK രമേഷ് ബാബു, KP രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറവൂർ ചെറായി പാടത്ത് ബസ് അപകടം, നിരവധി പേർക്ക് പരിക്ക്. ചെറായി ഭാഗത്തു നിന്ന് വന്ന സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തിൽ തട്ടി ഇടതുവശത്തെ പാടത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. റോഡരികിൽ നിന്ന ആൾക്കടക്കം ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ക്രെയിൻ അടക്കം കൊണ്ടുവന്നാണ് വണ്ടിക്കടയിൽ വഴയോര കച്ചവടക്കാരനായ വയോധികനെ പുറത്തെടുത്തത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ വീട്ടിൽ അതിക്രമിച്ച് കയറി മർദ്ദിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ അമിത് ശങ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്താക്കര എളംതുരുത്തി സ്വദേശിയും നിലവിൽ എടത്തുരുത്തി മുനയത്ത് താമസക്കാരനുമായ തെക്കക്കര വീട്ടിൽ അമിത് ശങ്കറാണ് പിടിയിലായത്. എടത്തുരുത്തി മുനയം സ്വദേശി പുതുവീട്ടിൽ ശരത് എന്ന 25-കാരനെയാണ് പ്രതി വീട്ടിൽ അതിക്രമിച്ച് കയറി ആക്രമിച്ചത്. കുടുംബത്തോടൊപ്പം വീട്ടിൽ ഉണ്ടായിരുന്ന ശരത്ത് ഹാളിലെ കട്ടിലിൽ കിടന്നുറങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണമെന്ന് പോലീസ് അറിയിച്ചു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത് KT, CPOമാരായ ഡെൻസ് മോൻ, സിനോജ്, രജനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. പുത്തഞ്ചിറ കുന്നത്തേരിയിൽ കിഡ്സ് ബി അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനം മെയ് 30 ശനിയാഴ്ച നടക്കുമെന്ന് കിഡ്സ് ബി മാനേജ്മെന്റ് പ്രതിനിധികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കിഡ്സ് ബി അൽബിർ സ്കൂൾ ഇംഗ്ലീഷ് സ്കൂളിന്റെ ഉദ്ഘാടനം മെയ് 30 കിഡ്സ് ബി അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സംസ്ഥ
കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കേരള കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. വൈകിട്ട് 4 മണിക്ക് സമസ്ത കേരളം ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. PI നിസാർ, MA സലീം, നൂറുദ്ദീൻ, VH സുബൈർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TS അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ B നന്ദൻ, CDS അംഗം ബിന്ദു പ്രഭാകരൻ, CPM കൊടകര നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം CDCB തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുന്നറിയിപ്പില്ലാതെ പടിയൂർ പഞ്ചായത്തിലെ ചീപ്പ് തുറന്നതിനെ തുടർന്ന് മലിനജലം ഒഴുകിയെത്തി. വെള്ളാങ്കുളൂർ പഞ്ചായത്തിലെ കൂട്ടാല പ്രദേശത്തെ മത്സ്യ കർഷകർക്ക് വൻ നഷ്ടം. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചായ്പങ്കുഴി UP സ്കൂളിലെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതെന്ന് നാട്ടുകാർ. ആഭ്യന്തര വിമാനയാത്രക്കാരെ ബാധിക്കുന്ന നിർണായക നീക്കവുമായി പ്രമുഖ വിമാന കമ്പനികൾ. എയർ ഇന്ത്യയും ഇൻഡിഗോയും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ആഭ്യന്തര സർവീസുകളിൽ വെട്ടിക്കുറവ് വരുത്താൻ ഒരുങ്ങുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.